കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പ്രചാരണം ആരംഭിച്ചു. റോഡ് ഷോയോടെയാണ് പ്രചാരണം ആരംഭിച്ചത്. DCC ഓഫീസിൽ നിന്നുമായിരുന്നു പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ റോഡ് ഷോയോടെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രചാരണം DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇനി സാങ്കേതികമായി വിജയിച്ചുള്ളൂ. 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനം ഭരിച്ചു മുടിച്ച സമസ്ത മേഖലകളെയും തകർത്ത ജനജീവിതം ദുസ്സഹമാക്കിയ ഈ സർക്കാർ മാറണം എന്ന് കേരളത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രയോ നേതാക്കൾ അവരുടെ ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാൻ, കുടി പിടിക്കുവാൻ, പോസ്റ്ററൊട്ടിക്കുവാൻ തുനിഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, സമുന്നതരായ നേതാക്കന്മാർ കേരളത്തിലെമ്പാടും കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ്. കുറെ ആളുകൾ BJPയിലേക്ക് പോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടി തകർച്ചയുടെ വക്കിലാണ്. ഈ നിർഭരം അവസാനിക്കും. ഞങ്ങൾ ബിന്ദുകൃഷ്ണയെ കൊല്ലം അസംബ്ലി നിയോജകമണ്ഡലത്തെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ അവരുടെ വിശദീകരിക്കുന്നു. രാഷ്ട്രീയ ജീവിതം രാജ്യത്തിന് വേണ്ടി അർപ്പിച്ച 24 മണിക്കൂറും പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതത്തിന്റെ ഉടമയാണ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ. ഈ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. DCC ഓഫീസിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചിന്നക്കട ബീച്ച് റോഡ് വഴി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. പ്രിയപ്പെട്ട സാരഥി ബിന്ദു കടന്നു വരികയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ആകാശമില്ല കടന്നു വരികയാണ്. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ആശ്രാമം ലിങ്ക് റോഡിലാണ് പര്യടനം സമാപിച്ചത്. മേയർ AK ഹഫീസ്, UDF നേതാക്കളായ ഉണ്ണികൃഷ്ണൻ പ്രതാപൻ, കുരീപ്പുഴ മോഹനൻ, തേവള്ളി സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് 2021 മെയ് മാസത്തിൽ അന്ന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ നേരിയ പരാജയത്തിൽ ഇവിടെ നിന്ന് ജയിക്കാതെ വന്നപ്പോൾ അല്പം പോലും തകരാതെ നാളെ ഈ നാടിന് എല്ലാം ആയി ഒപ്പമുണ്ടാകും എന്ന സന്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.